ഓക്കെ ഗൈസ്, എങ്ങനെയാണ് ഒരു കാർട്ടൂണൈസ്ഡ് ഡ്രോയിങ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ഫയൽ നെയിം കൊടുക്കാം, ടൊവിനോ എല്ലാം കൊടുത്ത് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സെറ്റിങ്സ് കൊടുക്കാറുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന സെറ്റിങ്സ് എടുത്താൽ മതി. എല്ലാം പിക്സൽസ് ആക്കിയിട്ട് റെസൊല്യൂഷൻ 72ഉം കളർ മോഡ് RGBയും 8 ബിറ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് ട്രാൻസ്പാരൻറ്റും കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഏത് ഇമേജാണ് വരയ്ക്കുന്നത് അത് ഫയലിൽ പോയി പ്ലേസ് കൊടുക്കണം. പ്ലേസ് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ റീസ് ചെയ്തത് ഇഷ്ടമുള്ള സൈസിലാക്കി വയ്ക്കുക വരയ്ക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. ഇതെടുത്ത് ഡ്രാഗ് ചെയ്ത് താഴെ പോയി ന്യൂ ഇമേജ് കൊടുത്തിട്ട് ഇതിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. ഇത് സൈഡിൽ വെച്ച് നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് ആദ്യം എഡിറ്റ് പോയി ഫ്രീ ട്രാൻസ്ഫോം കൊടുത്താൽ ഇഷ്ടമുള്ള സൈസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലെയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ റീനെയിം ചെയ്ത് ലൈൻസ് എന്ന് കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ പിക്ക് ചെയ്യണം. ഇനി നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ പെൻ ടൂൾ എടുക്കണം. പെൻ ടൂൾ എടുത്തിട്ട് ഇതേപോലെ പതുക്കെ പെൻ ടൂൾ വെച്ച് ലൈൻസ് വരയ്ക്കണം. ഓക്കെ, പെൻ ടൂൾ വെച്ച് വരച്ചിട്ട് നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽ പാത്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ അത് ബ്ലാക്ക് കളർ ഇത് വരും. ഇനി ഇതേപോലെ ഓരോ ബോർഡറും നമ്മൾ പെൻ ടൂൾ വെച്ച് ഇങ്ങനെ വരയ്ക്കണം. ആദ്യമൊക്കെ പെൻ ടൂൾ വരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ചെയ്ത് വരപ്പം കുറച്ച് ഫാസ്റ്റ് ആയിക്കോളും. ഇത് ഫുൾ ലൈൻസ് വരച്ച് ഫുള്ളായിട്ട് വന്ന് തിരിച്ച് ജോയിൻ ചെയ്യണം. എന്നിട്ട് ആ പാത്തിന് നമുക്ക് ഫില്ലാവേണ്ടി ചെയ്യണത്. നമുക്ക് സൂം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഏത് സൈസ് വേണം സൂം ഒക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഓരോ പാത്തുകളും വരയ്ക്കണം. ഇപ്പം ഇതേ മെത്തേഡാണ് നമ്മളെല്ലാം ചെയ്യണത് അങ്ങോട്ടിനി. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യാണ്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഒരു വീഡിയോ ഉണ്ടാക്കി ചെയ്തിരുന്നത്. അതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് ഗൈസ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫുൾ പെർഫെക്ഷനായിട്ട് ചെയ്യാം, അത് ഉറപ്പ് തരുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഫുൾ ഔട്ട്ലൈൻ പെൻ ടൂൾ വെച്ച് വരച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫിൽ പാത്ത് കൊടുത്ത് ഓക്കെ കൊടുക്കണം. ഇതേപോലെ ഹെയറും ഇതേപോലെ ഔട്ട്ലൈൻ എല്ലാം സ്കെച്ച് ചെയ്തെടുക്കണം. ഇതൊക്കെ വരയ്ക്കുമ്പോൾ മാക്സിമം നല്ല ടൈം എടുത്ത് വരയ്ക്കാനാണ് നോക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ പോലെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇപ്പം തന്നെ ഈ വീഡിയോ 20 മിനിറ്റ് ഉണ്ട്. ഈ വീഡിയോ ഞാൻ മാക്സിമം കുറച്ചാണ് 20 മിനിറ്റ് ആക്കിയത്. ഇത് നമ്മൾ മാക്സിമം ടൈം എടുത്ത് പതുക്കെ നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്തെടുക്കുക. ജസ്റ്റ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്പീഡിലൊക്കെ വരയ്ക്കുന്നത്. അതാണ് ഇത്രയും പെർഫെക്ഷനൊന്നും കാണാത്തത്. നമ്മൾ ചെയ്യുന്ന സെയിം പ്രൊസീജിയേഴ്സാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ആക്കണം എൻ്റെ പുതിയ വീഡിയോസുകൾ കാണാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതേപോലത്തെ ഒരു ഡ്രോയിങ് കിട്ടിയിരിക്കുകയാണ്. അടുത്തതിൻ്റെ എന്ന് വെച്ചാൽ അടുത്തൊരു ലെയർ ഉണ്ടാക്കിയിട്ട് സ്കിന്നെന്ന് പറഞ്ഞ ലെയർ ഉണ്ടാക്കിയിടണം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇറേസർ എടുത്ത് മാറ്റാൽ മതി. ഇതിലുണ്ട്, ഞാനിപ്പോൾ കളിച്ച ഇറേസർ എടുക്കുക, ഇങ്ങനെ മാറ്റുക. നമ്മൾ ആ ലെയർ ചെയ്തിട്ടുള്ള ആ ലെയർ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ലൈൻസ് ലെയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അത് ചെയ്യണം. ലിപ്സൊക്കെ ഫുള്ള് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൂടുതലും
മാക്സിമം ഏതെങ്കിലും ബോർഡർ ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പറ്റുക അതാണ് നല്ലത്. എന്നാലും മാക്സിമം ചെയ്തെടുക്കണം. ചെയ്തെടുത്താൽ നമുക്ക് അത്രയ്ക്ക് ഫുൾ ഇതായിട്ട് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെൻ ടൂളിൽ പോയി ഫ്രീ ഫോം പെൻ ടൂൾ എടുക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ഐസ് വരച്ചു കൊടുക്കണം. പക്ഷെ പെൻ ടൂൾ വെച്ചും വരയ്ക്കാം. അത്രയ്ക്ക് ആക്യുറസി ആയിട്ട് പെൻ ടൂൾ വെച്ച് വരയ്ക്കുന്നവരുണ്ട്. ഇപ്പം കുറച്ചുകൂടി ഞാൻ ഫ്രീ ഫോമായിട്ട് വരച്ച് കൈ കണ്ണെത്തി കുറച്ചുകൂടി കേർവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ ഫോം വെച്ച് വരയ്ക്കുന്നത്. അല്ലാതെ പെൻ ടൂൾ വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കുന്നവരുമുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ബ്രഷ് ടൂൾ എടുക്കണം. ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്നിട്ട് ഐസ് നമുക്ക് അതിൻ്റെ അകത്തുള്ള കൃഷ്ണമണി ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളും കൂടെ കുറച്ചും കൂടെ വലുതാക്കി റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. സൂം ഔട്ട് ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോയി മാജിക് വാണ്ട് എടുക്കണം. മാജിക് വാണ്ട് എടുത്തിട്ട് അകത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ടോപ്പ് ബാറിൽ പോയി സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ എടുത്തിട്ട് എക്സ്പാൻഡ് നമ്പർ 4 കൊടുക്കുക. എന്നിട്ട് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുക്കണം. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ കളർ സെലക്ട് ചെയ്താൽ മതി. കളർ സെലക്ട് ചെയ്യാറുണ്ട്. സ്കിന്നിൻ്റെ ഒരു ലൈറ്റ് കളർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പിക്ക് ചെയ്ത് കളർ എടുക്കാനും പറ്റും. എന്നിട്ട് ഓക്കെ എടുക്കുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്ത അതിൻ്റെ ഇൻസൈഡ് നമുക്ക് ഫുൾ സ്കിൻ കളർ കിട്ടും. ഇനി ഏതെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ സൈസ് എത്രയാണ് ആവശ്യം എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഡ്രോ ചെയ്ത് കൊടുക്കണം. സെലക്ഷൻ മാറ്റിയിട്ട് വേണം ചെയ്യേണ്ടത് ഗൈസ്. ഇനി എക്സ്ട്രാ ആയിട്ട് സ്കിൻ വല്ലതും വെളിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇറേസർ എടുത്തിട്ട് എവിടെയെങ്കിലും എക്സ്ട്രാ വെളിയിൽ കിടക്കുകയാണെങ്കിൽ അതിനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര വേണം നമുക്ക് ഇതേപോലെ സൂം ചെയ്തെടുത്ത് നമുക്ക് നോക്കിയൊക്കെ ചെയ്യാം. നമ്മൾ ഏത് ലെയറാണ് ചെയ്യണം അത് വേണം ക്ലിക്ക് ചെയ്ത് ചെയ്യാനുള്ളത്. സ്കിന്നാണെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യാനുള്ള സ്കിൻ ലെയർ ക്ലിക്ക് ചെയ്യണം. ലൈൻസ് ആണെങ്കിൽ ലൈൻസ് ലെയർ ക്ലിക്ക് ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു ലെയറും കൂടെ ഉണ്ടാക്കിയിട്ട് അതിന് നമുക്ക് ഐസ് കൊടുക്കണം. ഐസ് കൊടുത്ത് നമുക്ക് ഇനി ഐസ് ചെയ്യാം. ഐസ് എഡിറ്റ് ചെയ്യാൻ നമ്മൾ അത് സൂം ചെയ്ത് ഐസ് എടുക്കുക. എന്നിട്ട് ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്ത് ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ നമ്മളവിടെ കറക്റ്റൊക്കെ ഫില്ല് ചെയ്ത് എടുത്തോണം. ഇതേപോലെ ഐസിൻ്റെ അവിടേക്ക് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഐസിൻ്റെ അകത്ത് കൊടുക്കുന്ന കളർ എടുക്കാം. അതിനോട് വൈറ്റ് സെലക്ട് ചെയ്തിട്ട് പിന്നെയും പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ഐസിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്കിൻ ഐസിൻ്റെ ലെയറാണോ എടുക്കേണ്ടത്, സ്കിൻ ലെയറോ ലൈൻസ് ലെയറോ എടുക്കാതെ സെലക്ട് ചെയ്യണം. നമ്മൾ നോക്കി സെലക്ട് എന്നിട്ട് ഫിൽ പാത്ത് കൊടുക്കണം. അപ്പോൾ ഐസ് മാത്രമായിട്ട് വൈറ്റ് കളറാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് കളർ കൊടുക്കാം നമ്മൾ ഐസിൻ്റെ അവിടെ. അതൊന്നെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് ഇതേപോലെ വരയ്ക്കാം, അല്ലെങ്കിൽ പെൻ ടൂൾ വെച്ച് നമുക്ക് വരയ്ക്കാം ഇതേപോലെ. അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളർ എടുക്കാം. ഇനി നമുക്ക് മൗത്ത് വരയ്ക്കാം. എല്ലാ പ്രൊസീജിയർ സെയിം തന്നെയാണ്, നേരത്തെ പോലെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഐസിൽ തന്നെയാണ് നമുക്ക് മൗത്തും കൂടി ചെയ്യേണ്ടത്. മൗത്തിൽ നമുക്ക് പെൻ ടൂളെടുത്ത് വൈറ്റ് കളർ കൊടുക്കാം. ഇൻസൈഡ് അകത്ത് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം ഇതേപോലെ.
ഓക്കെ, നമുക്ക് ഇനി അകത്ത് ഐസിനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഡാർക്ക് കളർ എടുക്കാം. ഡാർക്ക് കളർ എടുത്തിട്ട് ഐസിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ കളർ ചെയ്ത് നമുക്ക് ബ്രഷ് ടൂൾ എടുത്ത് ചെയ്യുന്നത് മതി, അല്ലാതെ പെൻ ടൂളൊന്നും ചെയ്യേണ്ട. നമുക്ക് ബ്രഷ് ചെയ്യാം. നമുക്ക് കളർ ഇതേപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് കൊടുക്കാൻ വേണ്ടി ഐസിൻ്റെ ഷാഡോസ് വരയ്ക്കണം. അതിന് വേണ്ടി നേരത്തെ കൊടുത്ത കളറിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്റ് കളർ സെലക്ട് ചെയ്യണം. ലൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പെൻ ടൂൾ വെച്ച് സൈഡിൽ ഇതേപോലെ ഒരു ഡ്രോയിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ഫീൽ കിട്ടും, ഐസിൻ്റെ ഇവിടെ ഇതൊക്കെ കിട്ടും. ഇനി അടുത്തൊരു ലെയർ ഉണ്ടാക്കി നമുക്ക് ലിപ്സ് കൊടുക്കാം. ലിപ്സ് എന്ന് പറഞ്ഞ ലെയർ കൊടുത്തിട്ട് നമുക്കിനി ലിപ്സിന് കളർ ചേഞ്ച് കൊടുക്കാം, അടുത്ത കളർ കൊടുക്കാം. ആദ്യം ലിപ്സ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ കൊടുത്താൽ മതി. നമുക്ക് കളർ ഇപ്പം എടുത്തത് ശരിയായില്ലെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ കളർ എടുത്തിട്ട് ഇതേപോലെ കളർ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഇപ്പം കളർ സെലക്ട് ചെയ്യാൻ പാടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇത് നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതാണെങ്കിൽ ലിപ്സ് ഷാഡോസ് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് അതിൽ ലിപ്സിൻ്റെ ഷാഡോസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ലുക്ക് കിട്ടാനാണ്. അതിനായി കുറച്ചും കൂടെ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. അതെങ്ങനെയെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം വെളിയിൽ പോവുക അങ്ങനെ കിടക്കുമെന്നത് പേടിക്കണം. ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താൽ മതി. അപ്പം അത് അതിൻ്റെ അകത്തോട്ടായിപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതിനെ നമ്മൾ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിടും. ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉള്ളതിനെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബ്രഷിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ റീസ്റ്റൈസ് ഓബ്ജക്റ്റ് അപ്പോൾ ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇമേജിൽ പോകണം. ഇമേജിൽ പോയിട്ട് കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ പോസ്റ്ററൈസ് എടുക്കണം. പോസ്റ്ററൈസ് എടുത്തിട്ട് നമ്മൾ അതിന് മാക്സിമം നമ്മൾ ലോ വാല്യൂസ് കൊടുക്കുകയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ 4 കൊടുക്കുക. 4 എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ടായി കിടക്കുന്നതായിരിക്കും. അത് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇമേജ് ഇങ്ങനെ ആയിട്ട് കിട്ടുന്നത്. എന്നിട്ട് നമ്മളാണെങ്കിൽ ലിപ്സ് നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു പുതിയ ലെയർ കൊടുക്കാം. അത് എപ്പോഴും നമ്മൾ സ്കിന്നിൻ്റെ മുകളിലായിരിക്കും, ലൈൻസിൻ്റെ താഴെ ആയിരിക്കണം. കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ പെൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ഇതിലുള്ള ലിപ്സിൻ്റെ അവിടെ ഉള്ള നമ്മൾ ലൈറ്ററായിട്ടുള്ളതൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ട കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറായിരിക്കാം കൊടുക്കേണ്ടത്. എന്നിട്ട് അടുത്ത് പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് അടുത്ത് നമ്മൾ ലിപ്സിൻ്റെ അവിടെയുള്ള ലൈറ്റ് ലെയേഴ്സ് കാണിക്കുന്നില്ലേ, അത് ഒന്നെങ്കിൽ കളർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ കളർ ചെയ്യണ പോലെ പിക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫിൽ കളർ കൊടുക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഇത് കിട്ടും. ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഷാഡോ എഫക്റ്റ് കയറി നമുക്ക് കുറച്ച് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഇൻസൈഡായിട്ട് ബാക്കിയുള്ള ലേസിൻ്റെ അകത്ത് പോകുള്ളൂ. അപ്പം നമുക്ക് എത്ര വെളിയിലായിട്ട് ഡ്രോയിങ് വന്നാലും പ്രശ്നം വരില്ല. നമ്മൾ സ്കിൻ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡാർക്കറായിട്ടുള്ളതെല്ലാം പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഒന്നെങ്കിൽ ഇങ്ങനെ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ പെൻ ടൂൾ എടുക്കുക,
പിന്നെ ഷാഡോസ് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫിൽ പാത്ത് കൊടുക്കുക. ഇതേപോലെ സൈഡിലൊക്കെ വെളി കിടക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് കളർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നല്ല ഇതേപോലെ ഫേസിൽ ഫുൾ ഷാഡോസ് എടുപ്പുണ്ട്. നമ്മൾ കൂടുതൽ ഷാഡോ എഫക്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഇതേപോലെ എങ്ങനെയെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇതിൽ ക്രിയേറ്റ് മാസ്കിങ് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെയേഴ്സിൻ്റെ അടിയിലോട്ടായി പോകും. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അടുത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ലെയേഴ്സ് ആയിട്ട് എടുക്കണത് കൊടുക്കാം. പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുന്നത്. ലൈറ്റ് ലെയേഴ്സ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. നമുക്കത് കൂടുതൽ ഷാഡോസ് കൊടുക്കുന്നു, അത് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ എല്ലാ ലെയറും ക്രിയേറ്റ് മാസ്കിങ് ക്ലിപ്പ് കൊടുക്കാൻ പറക്കിൽ നല്ല ഇതിൻ്റെ താഴെയായിട്ട് വരും. ഇനി ഇതേപോലെ വെളിയിലായിട്ട് കിടക്കുന്ന ഇതിനൊക്കെ നമ്മൾ ബ്രഷ് എടുത്തിട്ട് ആ കളർ കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഏറ്റവും ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാം. അതിന് ലെയർ ഉണ്ടാക്കിയിട്ട് ഇതിൽ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന ലെയേഴ്സ് മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഏറ്റവും മാക്സിമം ഫുൾ ലൈറ്റായിട്ടുള്ള കളർ വേണം ഇതിൽ കൊടുക്കേണ്ടത്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ കൊടുത്തിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കി എടുക്കാം. ഞാൻ ജസ്റ്റ് പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടാണ് ഫുൾ കറക്റ്റ് നോക്കാതെ കൊടുക്കുന്നത്. പ്രൊസീജിയർ എല്ലാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടീത്ത് വരയ്ക്കാം. ടീത്തിനായിട്ട് നമ്മൾ പുതിയൊരു ലെയർ ഉണ്ടാക്കുക. അതിലുണ്ടാക്കിയിട്ട് നമ്മൾ ടീത്ത് ഇതേപോലെ പെൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ടീത്തിൻ്റെ ഗംസാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ട് കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുക. കുറച്ചും കൂടെ നല്ലതുപോലെ വരയ്ക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഫാസ്റ്റായിട്ട് വരച്ചുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തോളൂ. ഇനി നമ്മൾ ഓരോ ലെയർ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കൂട്ടിയും കുറച്ചും കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലെയറും കൂടെ ഉണ്ടാക്കി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് വേറെ എന്തോ പെയിൻറ്റ് ബക്കറ്റ് കൂടെ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഏത് കളറാണോ ബ്ലാക്കോ ഏത് കളർ വേണോ സെലക്ട് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിന് ഇമേജിനെ ക്രോപ്പാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം പോയി സെലക്ട് ചെയ്യുക. സെലക്ട് കൊടുത്തിട്ട് നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇമേജിലാണ് പോകേണ്ടത്. ഇമേജിൽ പോയിട്ട് ക്രോപ്പ് എടുക്കുക. ക്രോപ്പായി കിട്ടുക നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഇതിൻ്റെ ഹെയറിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഷാഡോസ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. ഇഷ്ടമുള്ള ഇത് കണക്ക് നമ്മൾ കൂടുതൽ ഷാഡോസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ലൈറ്റ് ബ്ലാക്ക് കൊടുത്തിരിക്കും. ഓക്കെ ഗൈസ്, എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഫോർമാറ്റ് JPG PNG എങ്ങനെ വേണം കൊടുക്കാം. ഞാൻ ഇപ്പം JPG ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇതാണ് ഗൈസ് നമ്മുടെ ഫോട്ടോ.